ഷെഫ് എന്തുണ്ടാക്കാൻ വന്നിപ്പോ? നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളിത് എടുത്തോണം. ഏകദേശം നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്ര മതി അല്ലേ? കളർ മതി. ബട്ടർ പേപ്പർ ഇതിപ്പോൾ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞിരിക്കുക, തിക്കല്ല തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്ന ഓനിയനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യണം. ഷെഫ് നമ്മളിന്ന് ഉണ്ടാക്കാൻ എന്താ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബുഹാരി റൈസാണ് കേട്ടോ. ഓക്കെ. അതിൽ നമ്മൾ അറബി സ്പൈസസ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ ഡ്രൈ ലെമണ്, അതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ സ്പൈസസ് ഹോൾ സ്പൈസസും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ കൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ കറി റൈസിലാണ് സ്റ്റോക്ക് വാട്ടറിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ ബോയിൽ ചെയ്തെടുത്ത വെള്ളത്തിലാണ് സ്റ്റോക്ക് വാട്ടറിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഗാർണിഷായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റും സോട്ട് ചെയ്തെടുത്തിരിക്കുന്ന സുൽത്താന റൈസിൻസ് ഉണ്ടല്ലോ, ഗോൾഡൻ റൈസിൻസും കൂടാണ് നമ്മൾ. റൈസിനല്ല, മറ്റേ കിസ്മിസ് എന്ന് പറയില്ലേ, ആ സാധനം കൂടെ ആണ് നമ്മൾ ഇതിൻ്റെ ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. വാട്ടർ ഒന്ന് ബോയിൽ ചെയ്തിട്ട് അപ്പം നമ്മളുടെ സ്റ്റോക്ക് വാട്ടറൊക്കെ ഒഴിച്ചാണ് നമ്മളത് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട്. പെട്ടെന്നായി തോന്നല്ലേ? പെട്ടെന്നായി, കാരണം നമ്മൾ സ്റ്റോക്ക് വാട്ടർ ബോയിലായതല്ലേ, ബോയിൽഡ് വാട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതായിട്ടുണ്ട്. നമ്മളുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, റൈസ്. ഓക്കെ, പവൽ പെട്ടെന്നേക്കാം. ഇതാണ് ഷെഫിൻ്റെ അസിസ്റ്റൻറ്റ്. റൈസ് ഇട്ട് നമ്മളുടെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും കണക്കുണ്ടോ? അത് നമ്മൾ സാധാരണ എടുക്കുന്ന ഡബിൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ്. എങ്ങനെ? 1 കിലോ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2 ലിറ്റർ വെള്ളത്തോടാണ് നമ്മൾ സാധാരണ വയ്ക്കുന്നത്. കുറച്ച് സമയം നമ്മളത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. മിനിമം എത്ര സമയം സോക്ക് ചെയ്യണം? ഓൾറെഡി എന്തായി തിളച്ചോ? നമ്മൾ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം. റൈസ് നല്ല കളറൊക്കെ ഉണ്ട്. അതിൻ്റെ നമ്മൾ ടെർമറിക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഓപ്ഷനിലാണെങ്കിൽ കളർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ കളറ്. നിങ്ങൾക്ക് കളർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട. കാരണം കളറ് ഹെൽത്തിന് അത്ര ഗുണമുള്ളതല്ല. നമ്മൾ ഇതിൻ്റെ സ്പൈസസും ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് നമ്മൾ ഒരു കാര്യം കഴിക്കുന്നത്. അതുകൊണ്ടാ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിപ്പോൾ ഇളക്കിയിട്ടൊന്നും പരിപാടിയില്ല, ഓഫ് ചെയ്യുന്ന ഇപ്പോൾ? അത് നമ്മുടെ ഇതിൻ്റെ ഒരു വാട്ടർ ലെവൽ വരുമല്ലോ, റൈസിൻ്റെ ഒരു വാട്ടർ ലെവൽ ഉണ്ടല്ലോ. ഓക്കെ. അത് വരുമ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ ആ ലെവൽ വരാൻ നേരത്ത് നമ്മളിത് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അത് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. കാരണം എല്ലാവർക്കും ഈ വെള്ളത്തിൻ്റെ ഒക്കെ ഭയങ്കര വിഷയങ്ങളാണ്. അപ്പം ഷെഫ് ഇതെന്താ അവസ്ഥ ഇപ്പോൾ? അപ്പോൾ നമ്മളുടെ ഇത് ഉണ്ടാവും, നമ്മുടെ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം ഒരു 5-6 മിനിറ്റ് ആയി റൈസ് ഇട്ടിട്ട് അല്ലേ? അതെ അതെ. ടോട്ടൽ എത്ര മിനിറ്റ് ആണ്? ഒരു 8-9 മിനിറ്റ് പോരെ? 8-9 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം മൊത്തത്തിൽ. മൊത്തത്തിൽ നമ്മൾ പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ.
ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടൈമിൽ ഒരു ചെറിയ വ്യത്യാസം വരും. വരും അല്ലേ? ആ. അതിന് എത്ര സമയം, ദമ്മിൽ എത്ര സമയം ഇരിക്കും? നമ്മളൊരു 10 മിനിറ്റ് ദമ്മിലിടുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ആ ചിക്കനും കൂടെ എടുത്ത് ഏകദേശം ഇതിൻ്റെ വാട്ടർ ലെവൽ കണ്ടോ, റൈസിൻ്റെ ഒരു ലെവലിൽ റൈസ് പൊന്തി അല്ലേ? മുകളിൽ നിന്ന് വന്ന റൈസ് ഇതൊക്കെയാണോ? അതെ. ഇനി നമ്മൾ ഗാർണിഷ് ഇടണ്ടേ? നമുക്ക് നമ്മുടെ ഗ്രേറ്റഡ് ക്യാരറ്റ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടെ, ഗോൾഡൻ കളറുള്ള കിസ്മിസ് ആകട്ടെ. റൈസൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിനാണ് റൈസൻസ് പറയുന്നത്. ഇത് വന്നാ തോന്നുന്നത് ബുഹാരി ആവുന്നല്ലേ? നമ്മുടെ ബുഹാരി റൈസ് റെഡി ആയിരിക്കുകയാണ്. അതിന് നമ്മൾ മുകളിൽ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ്, അതേപോലെ തന്നെ കിസ്മിസ് അത് ഇട്ടിട്ട് നമ്മുടെ ഈ ബുഹാരി റൈസിൻ്റെ കൂടെ ചിക്കനും ഉണ്ട് കേട്ടോ. അതിന് ജസ്റ്റ് ഈ ചിക്കനാണ് നമ്മൾ വിത്ത് ബോൺ ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്നത്. ആ ബോയിൽ ചെയ്ത വാട്ടറിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് ലൈറ്റായിട്ടുള്ള ഒരു അറബിക് സ്പൈസസ്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചെടുത്തതാണ്. ഓവനിലൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ഡ്രൈനെസ് ആക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഒന്ന് സെർവ് ചെയ്യാം. ഓക്കെ. ഇവിടെ ഇങ്ങോട്ട് കാണിക്കണേ. കൊള്ളുന്നുണ്ടോ?